വയലാറിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും വയലാറിൻ്റെ ഗാന പ്രപഞ്ചത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വയലാറ് കൈവയ്ക്കാത്ത മേഖലകൾ ഒന്നും തന്നെ ഇല്ല. മനുഷ്യബന്ധിയായിട്ടുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. അതുതന്നെ ഒരു വലിയ ഒരു പ്രതിഭാധനൻ്റെ മികവും കഴിവും വാക്കുകളുടെ സ്വാധീനവും ഒക്കെ വെളിവാക്കുന്നവയാണ്. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വയലാറിൻ്റെ അതിമനോഹരമായ, ഒരുപക്ഷെ വലിയ പോപ്പുലർ ആയില്ലെങ്കിലും വളരെ അതിമനോഹരമായ ഒരു ഗാനത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് ഈ അനുരാഗം എന്ന് പറയുന്ന കഥ അതിങ്ങനെ ലോകാരംഭം മുതൽ തുടർന്നു പോവുകയാണ്. തലമുറകൾ വരുന്നു, തലമുറകൾ പോകുന്നു, വീണ്ടും പുതിയ തലമുറകൾ വരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ അനുരാഗം എന്ന കഥ, അനുരാഗം തുടങ്ങിയത് മുതലാണ് ഈ ലോകം ഇങ്ങനെ തലമുറകളായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, ഈ അനുരാഗ കഥയിൽ ആരാണ് ആദ്യമായിട്ട് അനുരാഗ കഥ തുടങ്ങിയത്? ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ആദത്തെ സൃഷ്ടിച്ചു. ആദം പറുദീസയിലൂടെ ഏകനായി നടന്നപ്പോൾ ദൈവം വിചാരിച്ചു ഈ ആദത്തിനൊരു കൂട്ടു വേണം, ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയില്ല. അങ്ങനെ അദ്ദേഹം ആദം ഉറങ്ങിക്കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാരിയല് വലിച്ചൂരി ഹവ്വയെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് വയലാർ മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് പറയാം. അപ്പോൾ ആദമാണോ ഹവ്വയാണോ അനുരാഗ കഥയിൽ ആര് ആദ്യം കീഴടക്കിയത്? അനുരാഗ കഥയിൽ കീഴടക്കിയത് ആരുടെ കൺമുനകളാണ് ഇതിന് തുടക്കം കുറിച്ചത്? ആദമാണോ ഹവ്വയാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വലിയ, ആർക്കറിയാം ആരാണ് ഈ അനുരാഗ കഥയുടെ തുടക്കം കുറിച്ചത്? മണ്ണിൻ്റെ മടിയിൽ തലയാച്ചുറങ്ങുന്ന മാധവചന്ദ്രയ്ക്ക് അറിയുമോ? പച്ചിലക്കൂട്ടിൽ തണുപ്പ് മാറ്റുന്ന പാതിര കിളികൾക്കറിയുമോ? അറിയുമെങ്കിൽ പറഞ്ഞു തരൂ മൂകവികാരത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ എന്ന് ആവശ്യപ്പെടുന്ന ഒരു ഗാനമാണ്. അതിൻ്റെ അർത്ഥസമ്പുഷ്ടമായ വരികളും ഒരു ചെറിയ സാഹചര്യത്തെ അദ്ദേഹം വലിയ വാനോളം അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക്, മനുഷ്യർക്ക് അനുഭവവേദ്യമാക്കി മാറ്റുന്ന ഒരു അപൂർവ ഗാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമുക്കതിലെ 2-3 വരികളിലേക്കൊന്ന് പോകാം. ആദമോ ഹവ്വയോ അനുരാഗ കഥയിൽ ആരെയാരാദ്യമായി കീഴടക്കി? ആരുടെ കൺമുനകൾ ശൃംഗാര കലകൾക്കാദ്യത്തെ മുഖവുരയെഴുതി? ആദമോ ഹവ്വയോ മണ്ണിൻ്റെ മടിയിൽ തലചായ്ച്ചുറങ്ങും മാധവചന്ദ്രികയ്ക്കറിയുമോ? പച്ചിലക്കൂട്ടിൽ തണുപ്പുമാറ്റും പാതിര പക്ഷികൾക്കറിയില്ലേ? പറഞ്ഞു തരൂ മൂകവികാരത്തിൻ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞു തരൂ. വയലാറിൻ്റെ തൂലികത്തുമ്പിൽ നിന്ന് അടർന്നു വീഴുന്ന വരികൾ, അത് ഭാവനയുടെ ചിറകിലേറി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണ് ഈ പാട്ടിൻ്റെ ഇതിവൃത്തം എന്നെനിക്ക് തോന്നുന്നു. ഈ പാട്ട് അവസാനിക്കുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു.